The Real FM 103.6. ശ്രദ്ധ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ എം.ടി. വാസുദേവൻ നായർ ഇന്നലെ വിടവാങ്ങി. അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു മലയാള സർവകലാശാല മുൻ വൈസ് ചാൻസലറും കവിയുമായ കെ ജയകുമാർ. എം.ടി. നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളത് അംഗീകരിക്കാൻ നമ്മൾ പലർക്കും ബുദ്ധിമുട്ടാണ്. കാരണം അത്ര വലിയൊരു സാന്നിധ്യമായിരുന്നു. പരിചയപ്പെടുന്ന എല്ലാവരുടെയും ജീവിതത്തിലെ നമ്മുടെ ഒരു വലിയ ബലമായി മാറുകയാണ്. എം.ടി. കോഴിക്കോടുണ്ട് എന്നുള്ളത് നമ്മുടെ വലിയൊരു ബോധ്യമാണ്. എന്താണ് എം.ടി. എന്ന് പറയുന്ന രണ്ടക്ഷരത്തിൽ മലയാളികൾ കണ്ടെത്തിയ ഒരു വലിയ ലോകം. അത് ആ എഴുത്തിലെ ആർജവം തീർച്ചയായിട്ടും നമ്മളത് എടുത്തു പറയേണ്ട കാര്യമില്ല. ഞാൻ മലയാള യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനായിട്ട് തിരൂരിൽ വന്നപ്പോൾ എനിക്ക് തിരൂർ അപരിചിതമായ ഒരു പട്ടണമാണ്. ഓരോ നിർണായക ഘട്ടത്തിലും ഈ എം.ടി. വാസുദേവൻ നായർ എന്ന് പറയുന്ന മലയാളത്തിലെ വലിയ എഴുത്തുകാരൻ എനിക്ക് തന്ന പിന്തുണ എന്നുള്ളതിനേക്കാളും ആ സ്ഥാപനത്തിനോട് അദ്ദേഹം കാണിച്ച മമതയും കൂറും അത് മറ്റുള്ളവർ ഉൾക്കൊണ്ടാണ് ആ മലയാള സർവകലാശാലയ്ക്ക് വലിയൊരു അംഗീകാരം കിട്ടാൻ കാരണം. ഞങ്ങൾ ലൈബ്രറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും എം.ടി. പറഞ്ഞു, നിങ്ങളുടെ ലൈബ്രറി നന്നായിരിക്കും കേട്ട് എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് വന്ന് അദ്ദേഹം ഒരു മണിക്കൂറോടെ ചിലവഴിച്ചിട്ട് എനിക്ക് വന്നു. ഓരോ കാര്യം പോയി പറയുമ്പോഴും സന്തോഷമായിട്ട് മുമ്പോട്ട് പോവുക എന്ന് പറയുന്ന പ്രോത്സാഹിപ്പിക്കുന്നവരെനിക്ക് ഏത് കാര്യത്തിനും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു ഈടുറ്റ ഒരു സാന്നിധ്യം, ആ സാന്നിധ്യമാണ് ഇന്നില്ലാതായിരിക്കുന്നത്. അദ്ദേഹം എന്ന് പറയുന്ന എഴുത്തുകാരന് വാസ്തവത്തിൽ മരണമില്ല. കാരണം മലയാളം ഉള്ളിടത്തോളം കാലം എം.ടിയുടെ കൃതികൾ വായിക്കപ്പെടുന്നു മാത്രമല്ല പഠിക്കപ്പെടും. ഇത്രയും ശില്പചാതുരിയോടുകൂടി കഥകൾ എഴുതാൻ മറ്റൊരാളും എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കാർഷികന്റെ പണിപ്പുര എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകം വായിച്ചിട്ടാണ് നമ്മുടെ എഴുത്തിന്റെ ഒരു മാസ്മരികരണത്തിൽ കടക്കുന്നത്. പഴയ പടങ്ങളിലൊക്കെ ഡയലോഗുകളൊക്കെ എങ്ങനെയാണ് ഈ ഒരു മനുഷ്യനത് എഴുതിയതെന്ന് അത്ഭുതപ്പെടാത്ത ഒരു ദിവസം പോലുമില്ല. വാക്കുകളുടെ മാന്ത്രികനാണ്. അതിനേക്കാൾ എല്ലാം കൂടുതൽ ആയിട്ട് വ്യക്തിബന്ധങ്ങളിൽ ഒരുപാട് വൈകാരിക സാന്ദ്രത, അധികം ചിരിക്കുകയോ വർത്തമാനം പറയുകയോ ഒന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒരു നോട്ടം കൊണ്ടോ ഒരു ചിരി കൊണ്ടോ നമുക്ക് പകരുന്ന ഒരു വലിയ ധൈര്യം, അതാണിപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ എഴുത്ത് അമരമാണ്. ആ അർത്ഥത്തിൽ എം.ടിക്ക് മരണമേ ഇല്ല. മലയാളം ഉള്ളിടത്തോളം കാലം എം.ടി അനശ്വരനായി തന്നെ ജീവിക്കും. അതിനെപ്പറ്റി വലിയ സംശയമില്ല. പക്ഷേ ആ വ്യക്തി അവിടെ ഇല്ലല്ലോ എന്നുള്ള ദുഃഖം, സങ്കടം, നഷ്ടബോധം, അതുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അദ്ദേഹത്തിന്റെ ഓർമ്മ എന്നും നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ. അവ്യക്തമായ ഓർമ്മകളിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. അമരനാണ് വാസ്തവത്തിൽ എം.ടി. വാസുദേവൻ. അദ്ദേഹത്തിന് മരണമേ ഇല്ല. എങ്കിലും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളത് നഷ്ടബോധം തന്നെയാണ്. മലയാളികളുടെ മുഴുവൻ ആ നഷ്ടബോധത്തിൽ ഞാനും പങ്കുചേരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയും ഞങ്ങളെയൊക്കെ സാഹിത്യ വിദ്യാർത്ഥികളെ എന്നും പ്രചോദിപ്പിക്കാൻ ആ ചൈതന്യം നമ്മളോടൊപ്പം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ മാത്രമേ ഇപ്പോൾ എനിക്ക് സാധിക്കുന്നുള്ളൂ. എം.ടിയുടെ സാഹിത്യ സംഭാവനകളെക്കുറിച്ച് സംസാരിക്കുന്നു എഴുത്തുകാരൻ ഡോക്ടർ ഗോപി പുതുക്കോട്. മലയാളത്തിൻ്റെ മഹാകാഥികൻ വിട പറഞ്ഞിരിക്കുന്നു. അത്ഭുതാദരങ്ങളോടെയാണ് മലയാളി വായനക്കാരൻ എക്കാലവും എം.ടി എന്ന രണ്ടക്ഷരങ്ങളെ നോക്കിക്കണ്ടിരുന്നത്. ജനകീയ കലാരൂപമായ സിനിമയാണ് സാധാരണ ജനങ്ങളിലേക്ക് കൂടി എം.ടിയെ എത്തിച്ച മാധ്യമം. എം.ടി. വാസുദേവൻ നായർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളാണ് ആരും ആദ്യം ഓർക്കുന്നത്. മലയാള സിനിമ ഉള്ളിടത്തോളം കാലം എം.ടി തിരക്കഥാകൃത്തുക്കളുടെ മുൻഗാമിയായി നിലകൊള്ളും എന്ന് തീർച്ചയാണ്. നിർമാല്യം, കടവ്, ഒരു വടക്കൻ വീരഗാഥ, സതയം, പരിണയം, പെരുന്തച്ചൻ, പഴശ്ശിരാജ, വൈശാലി, ഓളവും തീരവും, ബന്ധനം, ഓപ്പോൾ, ആരൂഢം, വളർത്തുമൃഗങ്ങൾ, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, സുഹൃതം, പഞ്ചാഗ്നി, നഖക്ഷതങ്ങൾ, എൻ്റെ സ്വന്തം ജാനകിക്കുട്ടി, ഒരു ചെറുപുഞ്ചിരി, താഴ്വാരം, നീലത്താമര, അമൃതം കമയ, മുറപ്പെണ്ണ് എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര എണ്ണം പറഞ്ഞ തിരക്കഥകൾ എം.ടി മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നോവലുകളും അതുപോലെ തന്നെയാണ്. രണ്ടാമൂഴം, നാലുകെട്ട്, കാലം, അസുരവിത്ത്, മഞ്ഞ്, വാരണാസി, പാതിരാവും പകൽ വെളിച്ചവും, വിലാപയാത്ര, N.P. മുഹമ്മദിന്റെ കൂടെ ചേർന്ന് എഴുതിയ അറബിപ്പൊന്ന് കാവ്യഭാഷയിൽ മലയാളത്തിലുണ്ടായ നോവലാണ് മഞ്ഞ്. വായനക്കാരനെ ഇന്നും മോഹിപ്പിക്കുന്ന ഒരു രചനയാണ് മഞ്ഞ് എന്ന് പ്രത്യേകം പറയേണ്ടതാണ്. കഥകളുടെ കുലപതിയായിരുന്നു എം.ടി എന്ന് പറയാം.
വാനപ്രസ്ഥം, ഇരുട്ടിൻ്റെ ആത്മാവ്, ഓളവും തീരവും, പള്ളിവാളും കാൽച്ചിലമ്പും, ഒരു പിറന്നാളിൻ്റെ ഓർമ്മ, നിന്റെ ഓർമ്മയ്ക്ക്, കുട്ടിയടത്തി, മൂടുപടം, വാരിക്കുഴി, കറുത്ത ചന്ദ്രൻ, അജ്ഞാതന്റെ ഉയരാത്ത സ്മാരകം, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, സ്വർഗം തുറക്കുന്ന സമയം, ഷർലക്, വേദനയുടെ പൂക്കൾ എന്നിങ്ങനെ പെട്ടെന്ന് എടുത്തു പറയാവുന്ന നിരവധി അതിമനോഹരങ്ങളായ കഥകൾ MT മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കഥ എഴുതേണ്ടത് എന്ന് കഥാകൃത്തുക്കളെ, കഥാലോകത്തേക്ക് കടന്നു വരുന്ന എഴുത്തുകാരെ കൃത്യമായ ദിശാബോധം നൽകുന്ന പ്രബന്ധങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കാഥികന്റെ കല, കാഥികന്റെ പണിപ്പുര എന്നീ ലേഖന സമാഹാരങ്ങൾ മലയാളത്തിലെ വലിയ ഈടുവെപ്പുകളാണ്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന യാത്രാവിവരണ കൃതിയും ഏറെ വായിക്കപ്പെട്ടിട്ടുള്ളതാണ്. MT എന്തെഴുതിയാലും, ഏത് തിരക്കഥ രചിച്ചാലും മലയാളി അതിനുവേണ്ടി കാത്തിരുന്നു. അവരത് ആഘോഷിച്ചു. മലയാളിയുടെ അഭിമാനമായിരുന്നു, അഹങ്കാരമായിരുന്നു MT. അതെല്ലാ കാലവും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് ചലച്ചിത്ര നിരൂപകൻ സുധീഷ് പയ്യന്നൂർ. 1965 വന്ന MT തിരക്കഥ എഴുതി വിൻസെന്റ് സംവിധാനം ചെയ്ത മുറപ്പെണ്ണ്. തൊട്ടടുത്ത വർഷം SS രാജൻ സംവിധാനം ചെയ്ത പകൽക്കിനാവ് എന്ന ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയതും MT ആയിരുന്നു. 1967 വീണ്ടും ദേശീയ അവാർഡ്. ചിത്രം ഇരുട്ടിന്റെ ആത്മാവ്. വിൻസെന്റ് സംവിധാനം ചെയ്ത നഗരമേ നന്ദി എന്ന ചിത്രത്തിന്റെ തിരക്കഥയും MT-യുടേതായിരുന്നു. MT-യുടെ ശ്രദ്ധേയമായ നോവൽ അസുരവിത്ത് അതേ പേരിൽ സിനിമയായി വന്നത് വിൻസെന്റിന്റെ സംവിധാനത്തിൽ 1968. 1970 ഓളവും തീരവും. വിൻസെന്റ് സംവിധാനം ചെയ്ത നിഴലാട്ടം 1971 കുട്ടിയടത്തി തിയേറ്ററുകളിലെത്തിയത്. അതേ വർഷം ഡിസംബറിൽ PN മേനോൻ MT ടീമിന്റെ മാപ്പുസാക്ഷി എന്ന ചിത്രവും റിലീസ് ചെയ്തു. ഈ സമയത്തിനിടയിൽ വിത്തുകൾ എന്ന ചിത്രത്തിന്റെ തിരക്കഥയും എഴുതിയത് MT ആയിരുന്നു. വർഷം 1973. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നിർമ്മാണം MT വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ തന്നെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരം. മലയാളത്തിലെ ക്ലാസിക്കുകളിൽ ഒന്നായി തന്നെ വാഴ്ത്തപ്പെടുന്ന ചിത്രം. MT ഹരിഹരൻ ടീം ആദ്യമായി ഒന്നിച്ച ചിത്രം കൂടെയായിരുന്നു ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച. ഈ കൂട്ടുകെട്ട് പിന്നീട് മലയാളത്തിൽ മികച്ച ഒട്ടേറെ ചിത്രങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. ചെറുകാടിന്റെ കഥയ്ക്ക് MT തിരക്കഥയും സംഭാഷണം എഴുതുകയും PA ബക്കർ സംവിധാനം ചെയ്തതുമായ ചിത്രമാണ് മണ്ണിന്റെ മക്കൾ. യൂസഫ് അലി കേച്ചേരി സംവിധാനം ചെയ്ത നീലത്താമര റിലീസ് ചെയ്തത് 1979. തൊട്ടടുത്ത വർഷം MT-യുടെ തിരക്കഥയിൽ ആസാദ് സംവിധാനം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ റിലീസായി. മമ്മൂട്ടിയുടെ കരിയറിലെ ഒരു പ്രധാന ചിത്രം കൂടിയായിരുന്നു ഇത്. 1980 MT-യുടെ തിരക്കഥയിൽ KS സേതുമാധവൻ സംവിധാനം ചെയ്ത ഓപ്പോൾ തിയേറ്ററുകളിലെത്തി. വാരിക്കുഴി എന്ന പേരിലുള്ള കഥ സിനിമയായപ്പോഴും 83 മഞ്ഞ് എന്ന നോവൽ സിനിമയായപ്പോഴും MT തന്നെയായിരുന്നു സംവിധായകനും. 83 MT തിരക്കഥ എഴുതി IV ശശി സംവിധാനം ചെയ്ത ആരൂഢം. 84 ശ്രദ്ധേയമായ സിനിമകൾ MT-യുടെ തിരക്കഥയിൽ നിന്നും ജനിച്ചിരുന്നു. സംവിധാനം നിർവഹിച്ചത് IV ശശിയും. ഉയരങ്ങളിൽ മോഹൻലാലിന്റെ ജയരാജൻ എന്ന കഥാപാത്രത്തെ അത്ര പെട്ടെന്നൊന്നും നമുക്ക് മറക്കാൻ സാധിക്കുമില്ലല്ലോ. ജയദേവൻ എന്ന എഴുത്തുകാരനായി മമ്മൂട്ടി അഭിനയിച്ച അക്ഷരങ്ങൾ വർഷങ്ങൾക്കിപ്പുറവും ചർച്ച ചെയ്യുന്ന ആൾക്കൂട്ടത്തിൽ തനിയെ. 1985 വീണ്ടും IV ശശിക്കൊപ്പം അനുബന്ധം. 1986 MT-യുടെ തിരക്കഥയിൽ 4 മലയാള സിനിമകൾ വന്നു. ഹരിഹരൻ സംവിധാനം ചെയ്ത് പഞ്ചാഗ്നി, നക്ഷത്രങ്ങൾ, IV ശശിയുടെ സംവിധാനത്തിൽ അഭയം തേടി, വിൻസെന്റിന്റെ സംവിധാനത്തിൽ കൊച്ചുതെമ്മാടി. 1987 വീണ്ടും MT ഹരിഹരൻ ടീം അമൃതം ഗമയ. ഭരതൻ സംവിധാനം ചെയ്ത മലയാളത്തിന്റെ ക്ലാസിക് വൈശാലി, ഹരിഹരൻ സംവിധാനം ചെയ്ത ആരണ്യകം. വർഷം 1989. MT-യും ഹരിഹരനും വീണ്ടും ഒന്നിക്കുന്നു. ഒരു വടക്കൻ വീരഗാഥ. അതേ വർഷം തന്നെയാണ് മറ്റൊരു ക്ലാസിക് കൂടെ MT-യുടെ തൂലികയിൽ പിറന്നത്. പവിത്രൻ സംവിധാനം ചെയ്ത് മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഉത്തരം. 1990 വീണ്ടും ഭരതനൊപ്പം മോഹൻലാൽ നായകനായ താഴ്വാരം. 1991 അജയൻ സംവിധാനം ചെയ്ത് പെരുന്തച്ചൻ. കടത്തുതോണി എന്ന കഥയെ അടിസ്ഥാനമാക്കി MT തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത കടവ്. 94 പരിണയം. ഹരികുമാർ സംവിധാനം ചെയ്ത സുഹൃതം. 2000 വീണ്ടും ഒരു ക്ലാസിക്കുമായി MT. ശ്രീരമണിയുടെ കഥയ്ക്ക് MT തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു ചെറു പുഞ്ചിരി. 2009 ലാൽ ജോസ് വീണ്ടും നീലത്താമര സ്ക്രീനിലെത്തിച്ചു. അതേ വർഷം ഹരിഹരൻ MT മമ്മൂട്ടി ടീം വീണ്ടും ഒന്നിച്ചു. കേരളവർമ്മ പഴശ്ശിരാജ. ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളെയും MT-യുടെ സിനിമകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പഞ്ചാഗ്നിയിലെ ഇന്ദിര, പരീക്ഷണങ്ങൾക്ക് നടുവിലും തീയായി ജ്വലിച്ച പരിണയത്തിലെ ഉണ്ണിമായ, ഒറ്റപ്പെടലിലും ഉൾക്കരുത്തോടെ മുന്നോട്ട് പോകുന്ന ആൾക്കൂട്ടത്തിൽ തനിയയിലെ അമ്മുക്കുട്ടി, ആരണ്യകത്തിലെ അമ്മിണി. അങ്ങനെ ഓരോ കഥാപാത്രത്തിലൂടെ MT പ്രേക്ഷകനെ കൊണ്ടുപോകുമ്പോഴും ആ കഥാപാത്രം ശക്തമാവുന്നത് അവരുടെ ഐഡന്റിറ്റിയിൽ കൂടെ തന്നെയാണ്. മലയാളിക്ക് എക്കാലത്തും വായിക്കാനുള്ളത് അത്രയും എഴുതിവെച്ചാണ് അദ്ദേഹം യാത്രയാവുന്നത്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കു മുമ്പിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് C. ഉദയചന്ദ്രൻ. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.